Welcome to Milma Presents Ondanna Ruji, co-powered by Sundips, 916 Coco brand coconut oil and Crompton. Our special partners Amion and our education partner Moonar Catering College. നമസ്കാരം കൂട്ടുകാരെ, തിരുവോണമൊക്കെ ആഘോഷിച്ച് നമ്മളിത് അവിട്ടം നാളിലെത്തിയിരിക്കുകയാണ്. ഒന്നൊന്ന് രുചിയിലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു വളരെ സ്പെഷ്യലായിട്ടൊരു ഗസ്റ്റാണ്, നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ സുരഭി ലക്ഷ്മിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സുരഭി, നമസ്കാരം. അപ്പോൾ ഭയങ്കര സന്തോഷം നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ വരുന്നു. നാഷണൽ അവാർഡൊക്കെ കിട്ടി, കുറേ നല്ല സിനിമയിലൊക്കെ അഭിനയിച്ച് ഇതിങ്ങനെ അടിച്ച് പൊളിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒന്നൊന്ന രുചിയിൽ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഞാൻ ആപ്പിൾ പച്ചടി, ഒരു ഫ്യൂഷനായിട്ടുള്ള ആപ്പിൾ പച്ചടിയാണ്. നമുക്ക് ആപ്പിൾ പച്ചടിയുടെ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. അതെ. അതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും എത്തി. തൈര്, ആപ്പിള്, ഉലുവ, ജീരകം, വത്തൽമുളക്, കറിവേപ്പില, പച്ചമുളക്, തേങ്ങ, മഞ്ഞൾ, പഞ്ചാര, കടുക്, ഉപ്പ്, ഇത്രയും സംഭവം വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇതാരാണ്, എവിടെ നിന്നാണ് ഈ റെസിപ്പി കിട്ടിയത് പറയും? നമ്മുടെ നാട്ടിലുള്ള, എൻ്റെ നാട്ടിലുള്ള ഒരു വ്ളോഗർ ഉണ്ട്, എൻ്റെ ക്ലാസ്മേറ്റ് തന്നെയാണ് അനു. അപ്പൊ അനു ആണ് എനിക്കിത് പഠിപ്പിച്ചു തന്നത്. അപ്പൊ ഷെഫ് പിള്ള സാറിന്റെ ഒരു പ്രോഗ്രാമിന് പോവുകയാണെന്ന് പറഞ്ഞപ്പോ എന്തെങ്കിലും ഞാൻ വിചാരിച്ച പോലെ മീൻകറി അങ്ങനെയൊക്കെ. അപ്പൊ ഓണത്തിന്റെ പ്രോഗ്രാം ആയതുകൊണ്ട് ഓണമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പൊ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ഓണത്തിനൊക്കെ കോഴിക്കോടുകാരൊക്കെ മീനും കോഴിയൊക്കെ കഴിക്കുന്നവരാണ്. എന്നാലും പിന്നെ ഞാൻ വെച്ചു പച്ചടി ഉണ്ടാക്കാന്ന്. അപ്പോൾ അവള് പറഞ്ഞു നിനക്ക് ആപ്പിൾ പച്ചടി പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് ഞങ്ങൾ ഒരു ദിവസത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് വന്നത്. സാറ് പറഞ്ഞ സാധനങ്ങളും കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് അത് ചട്ടി ചൂടായി ആപ്പിൾ വേവിക്കാൻ വെക്കാം. തീർച്ചയായിട്ടും. ആപ്പിൾ വേവിക്കാൻ വെച്ചിട്ട് എനിക്ക് അരപ്പിനുള്ള സാധനം തന്നെ ഞാൻ അരച്ചു തരാം. ഇത് 2 ആപ്പിളാട്ടോ എടുക്കാൻ പറഞ്ഞത്. 2 ആപ്പിള് ചെറിയ ക്യൂബ്സ് ആയിട്ട്. ഇതൊക്കെ അളവ്, ഇതിന്റെ കട്ടിങ് ഒക്കെ നോക്കുമ്പോ ഉണ്ടല്ലോ, അവിടെ ഞങ്ങൾക്ക് ബാക്ക് ഒരു കിച്ചൺ ഉണ്ട്, അവിടെ അസിസ്റ്റ് ചെയ്യാനായിട്ട് 2 ഷെഫുമാരുണ്ട്. അവരെ കൊണ്ടും ചെയ്യില്ല. എനിക്ക് ഈ സ്കെയിൽ ഈ 2 ഇഞ്ച് അളവ് അല്ലെ ഒന്ന് അളന്ന് സ്കെയിലൊക്കെ പിടിച്ച് അളന്ന് മുറിച്ച്, കാരണം ഇതിന്റെ അളവൊക്കെ മാറിയാൽ രുചി മാറും എന്നൊക്കെ പറഞ്ഞ് വളരെ ട്രെയിൻ ചെയ്ത് ഒരു മാസ്റ്റർ ഷെഫിലൊക്കെ പങ്കെടുക്കുന്ന പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം വന്നേക്കുന്നത്. വെള്ളം കൂടി പോയോ? ഇല്ലില്ല, അതൊക്കെ പറ്റിക്കോളും ആപ്പിൾ വേകുമ്പോഴത്തേക്ക്. ഇതൊരു കുറച്ച് മഞ്ഞൾ വേണം കേട്ടോ. ഓക്കെ, വേണ്ടേ? ഇട്ടോളൂ. അവിടുത്തെ സ്പൂണ് വേറെ ആണോ? എന്നിട്ട് ഇനി പറയാലോ, ഇനി ആ സ്പൂണ് മാറിയോണ്ടാണ് മഞ്ഞൾ കൂടിയെന്നൊക്കെ. മതി. ഇനി അത് തിളയ്ക്കുമ്പോഴത്തേക്ക് എനിക്ക് അരയ്ക്കാനുള്ള ഇതിനകത്തൊരു സ്പെഷ്യൽ വെച്ചാൽ റെസിപ്പിയുടെ മെത്തേഡൊക്കെ വായിച്ചു നോക്കിയപ്പം സാധാരണ നമ്മൾ തേങ്ങ കടുക് ഇട്ട് അരയ്ക്കും. ഇതിനകത്ത് തൈരൂടെ ചേർത്ത് അരയ്ക്കുന്ന കുറെ ഇവര് ഭയങ്കര യൂണിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് അതിന്റെ അരപ്പിന്റെ മിശ്രിതം ഒന്ന് പറഞ്ഞു തരൂ. എടുത്തോ, സാധനം തന്നാ മതി. ഇട്ടുള്ള അളവ് കയ്യിലിടണേ, കൈ വെച്ചിടാം? കയ്യിലല്ല, സ്പൂണിൽ തന്നെ ഇടാൻ പറ്റുള്ളൂ. മറ്റേ ആ പെട്ടിയും ത്രാസൊക്കെ എടുക്കണോ? അതൊക്കെ വേണ്ടി. അതെ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു 2 ഇല കറിവേപ്പില, വെറുതെ ഒരു രസത്തിന് എന്തായാലും ഒരു വഴിക്ക് വന്നല്ലേ. ഒരു വഴിക്ക് വന്നാലേ. അതും പിന്നെ തൈര്. കടുക് വേണ്ടേ? കടുക് വേണം. കടുക് നമ്മള് ഇതിപ്പോ അരച്ചിട്ട് ഇത് ഏകദേശം കുറച്ച് പേസ്റ്റ് ആവൂലേ, അപ്പൊ കുറച്ച് കടുക് ആക്കിയാൽ മതി. ഒരുപാട് അതെ, ലെഫ്റ്റിലേക്ക് ഒരു ഒറ്റ ക്ർ. മനസ്സിലായി. തൈര് എന്തോരം വേണം? തൈര് ഇതൊക്കെ വെച്ചോളി. ആവശ്യമുള്ള കടുകിന്റെ സൈഡ് വെച്ചോ. വേണമെങ്കിൽ നമുക്ക് ഒരു ചെറിയ കഷ്ണം കൂടി വെക്കട്ടോ. നിങ്ങളൊരു വൈക്ക് പോവല്ലേ? കടുക് നിലത്ത് പോയാൽ കലഹന്ന. നിങ്ങൾ നോക്കി കൊടുക്കണം. എനിക്ക് നിങ്ങളോട്ട് വഴക്കിടാൻ വയ്യ, പ്ലീസ്. എന്റെ മുമ്പിൽ ഇടല്ലേ. അത് മതി. അപ്പൊ ഇതിട്ട് ഈ കടുക് ഒറ്റ അവസാനം ഇട്ട് പിളർക്കും. തൈര് വെള്ളം ചേർക്കാണ്ട് ഈ തൈര് ഇട്ടങ്ങ് അടിച്ച്. തേങ്ങയിൽ നമ്മൾ വെള്ളം ചേർക്കണ്ടേ, അപ്പൊ വെള്ളം ഓവറായി പോകും. പിന്നെ ആപ്പിളിൽ വെള്ളമുണ്ട്, ഇതിനകത്ത് വെള്ളമുണ്ട്, എല്ലാം മൊത്തം വെള്ളമായി പോകും. അപ്പൊ അതിന് പകരമാണ് ഇത്. അതെ, വെള്ളത്തിലാവാതിരിക്കാൻ വേണ്ടി. നാസേന്നാണോ ഇതൊക്കെ റിസർച്ച് ചെയ്തോണ്ട് വന്നത്? എനിക്കറിയില്ല കേട്ടോ ഇമാതിരി ടിപ്സ് ഒക്കെ. അപ്പൊ എന്തൊക്കെയാണ് പുതിയ പ്രൊജക്ടുകൾ? പുതിയ പ്രൊജക്ട് ഇപ്പൊ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് അജയന്റെ 2ാം മോഷണം എന്ന് പറഞ്ഞിട്ട് ടൊവിനോ തോമസിന്റെ ഒരു പാൻ. അത് ഭയങ്കര ഒരു പാൻ ഇന്ത്യ, അത് ആളുകൾ ഇങ്ങനെ ഒരു ഭയങ്കര ഹൈപ്പും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ അതില് ടൊവിനോന്റെ പേരായിട്ടാണ് ഞാൻ വരുന്നത്. പേരിൽ 2 ഗെറ്റപ്പൊക്കെ വരുന്നുണ്ട്. അതാണ് എന്റെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് മലയാള പ്രേക്ഷകർ എല്ലാം പ്രതീക്ഷയോട്. ആ സിനിമ മൊത്തത്തിൽ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും. സുരഭി പറഞ്ഞ പോലെ നിങ്ങളുടെ അരപ്പ് കൃത്യമായിട്ട് അരച്ചുകൊണ്ട് കടുകൊക്കെ ഒരുപാട് പിളർത്തിയിട്ടില്ല, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ആപ്പിളും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് അരപ്പ് അങ്ങോട്ട് ചേർക്കുക. ഇതൊന്ന് കുറച്ച് കുറക്കി. ഹലോ, ഇവിടെ കുക്കി, ഞാനിവിടെ എന്റെ ഷോയാണ് ഇത്. പക്ഷെ നിങ്ങൾ അസിസ്റ്റന്റ് ആയിട്ട് അപ്രന്റീസ് ആയിട്ട് നിൽക്കണം. അപ്പോഴേ ഉള്ളൂ ഒരു കൊടുക്കൽ വാങ്ങൽ
ക്രിയ എപ്പോഴും ഉണ്ടാവും കേട്ടോ. നമുക്ക് ഇച്ചിരി ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കാൻ താളിക്കാനായിട്ട്, അപ്പോഴത്തേക്ക് സെറ്റ് ആവും. ഒഴിച്ചോളൂ. ഇതേ ആ കുഴിയുള്ള പാത്രത്തിൽ എനിക്ക് അതിന്റെ കണക്കാണ്, ഞാൻ ഈ കണക്കാനിട്ടോ. ഇത് തെറ്റി എന്റെ ഊറ്റല്ലേ. കടുക് ഇട്ടോളി. അതെ, വെളിച്ചെണ്ണ ചൂടായിനോ? ചൂടായിന്. നിങ്ങൾ കൈ എന്നിട്ട് നോക്കി. ചൂടായിന്. ഓക്കെ, പറഞ്ഞതേ ഉലുവ ഇട്ടോന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരുപാടൊന്നും ഇടരുത്, ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം. എന്നിട്ട് 1 കിലോ എടുത്തിടുന്നത്. അതെ, അനു ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഓ, അടുത്ത് എന്താ ഇതിനകത്ത്? വറ്റൽമുളക് രണ്ടായിട്ട് മുറിക്കണം. പക്ഷെ നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചുവിടാം കേട്ടോ. ഇനി കറിവേപ്പില ഇട്. അതൊന്നും ഇങ്ങനെ ആയിക്കോട്ടെ. വത്തൽമുളക് വെളിച്ചെണ്ണയിൽ വാടാൻ എത്ര നേരം വേണം? കറിവേപ്പില ശരിക്കും ഇങ്ങനെയല്ലേ അല്ലേന് വേണ്ട, നീളത്തിലുള്ളതായിരുന്നു വേണ്ട. അത് ഇത്തിരി അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുണ്ടായിരുന്നു. തണ്ടോടുകൂടി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുവന്നു. റെഡി, താളിപ്പ് റെഡി, പച്ചടി റെഡി അല്ലേ? പച്ചടി റെഡി. താളിപ്പ് ചേർക്കാൻ പോവാണ്. താളിപ്പ് അവസാനവട്ട പൂജാകർമ്മം മാറ്റിക്കും. ഒരു ഇത്തിരി ഇതിനകത്തോട്ട് എടുത്തിട്ടെ. പക്ഷെ വേറെ കാര്യം കൂടി കേട്ടോ, മധുരം അല്ലെങ്കിലേ കുറച്ച് പഞ്ചസാര ഇടണം. അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയോ, ഫിനിഷ് ചെയ്തോ? അതിന്റെ സീസണിങ് ടേസ്റ്റ് നിങ്ങൾ നോക്കണം. അത് ആദ്യം ടേസ്റ്റ് ചെയ്ത് നിങ്ങൾ കോൺഫിഡന്റ് ആവട്ടെ ആദ്യം, എന്നാലേ ഞാൻ നോക്കൂ. പോയോ? അത് കുഴപ്പമില്ല, അത് ആപ്പിൾ പച്ചടി അല്ലേ, ഒരു ഫ്യൂഷൻ കറി. അത് ഇലക്കകത്ത് തൊടുകറിയായിട്ട് ഇത് വെക്കുമ്പോൾ കൃത്യമായിട്ട് ഇലക്കകത്ത് ഇരിക്കാൻ, അത് വെള്ളമൊന്നുമില്ല, നല്ല ടെക്സ്ചറാണ്. ഒരു നുള്ളു പഞ്ചാര കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കൂ, ഇത് ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. കാര്യത്തൊക്കെ പറഞ്ഞാലും കേട്ടോ, നല്ല സ്വാദുണ്ട് ആ പച്ചടി. കറക്റ്റ് ആപ്പിള് പറയണം കേട്ടോ, സത്യസന്ധമായിട്ട് പറയണേ, അല്ലെങ്കിൽ ഞാനൊരു മികച്ച കുക്കല്ലാതായി പോകും. സംഭവം കണ്ടിട്ടൊക്കെ ഒരു ഗുമ്മുണ്ട് അല്ലേ, നല്ല മജയുണ്ട് അല്ലേ, ഉഷാറായിട്ടുണ്ട്. നരിക്കുനി സ്പെഷ്യൽ ആപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. കോഴിക്കോടൻ സ്പെഷ്യൽ. ഇല്ല, നിങ്ങൾ എങ്കിൽ പിന്നെ കോഴിക്കോട് പറയണ്ട, ആദ്യം എന്തിനാ നരിക്കുനി എന്ന് പറഞ്ഞത്? അല്ല, അവിടെ നിന്നാണ് ഞാൻ പഠിച്ചു വന്നത്. അവിടെ നിന്നാണല്ലോ ഈ ഡിഷ്. So much. അപ്പോൾ എന്തായാലും ഈ ഒരു ദിവസം നമ്മളോട് വന്നു, കുറേ നല്ല രസകരമായ കാര്യതകൾ പറഞ്ഞു. അപ്പം വെറും കൈയോടെ വിടുന്നില്ല, ആദ്യം തന്നെ ഒരു സമ്മാനമുണ്ട്. ആയിക്കോട്ടെ. ആദ്യം തന്നെ അമിയോന്റെ ഒരു ബ്രെഡ് ടോസ്റ്റർ ആണ്. അവിടെ വെക്കൂ, തീർന്നിട്ടില്ല. 916 കോക്കോ ബ്രാൻഡിന്റെ ഒരു ഗിഫ്റ്റ്, മിൽമയുടെ ഒരു ഗിഫ്റ്റ്. ഇത് ഞങ്ങളുടെ നാട്ടിലല്ലേ? അതെ, കേരളം കണി കൊണ്ടുവരുന്ന നന്മ. യെസ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മുടെ പ്രേക്ഷകരോടും 2 വാക്ക് പറയും. അതെ, എനിക്ക് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പ്രോഗ്രാം ചെയ്യാൻ സി കേരളത്തിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ വളരെ സന്തോഷം. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു ഡിഷ് അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് അത് അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ടേസ്റ്റ് ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ചെറുതാണെന്നുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് ചെയ്യാൻ സാധിച്ചു. അതിൽ വളരെ സന്തോഷം. അതിനെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും സുരഭിയുടെ നരിക്കുനി സ്പെഷ്യൽ ആപ്പിൾ പച്ചടി ഒരു തവണയെങ്കിലും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. അപ്പോൾ താങ്ക് യു. അവിട്ടം ദിനമായിട്ട് നമുക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടി ഉണ്ട്. നമുക്കിടെ എല്ലാം പ്രിയങ്കരിയായ അഞ്ജലി നായരാണ്. ഒരുപാട് സിനിമയിലൂടെ അഭിനയിച്ച് ഇപ്പോൾ തമിഴിലൊക്കെ ഒത്തിരി നല്ല സിനിമയിലൊക്കെ വന്ന ഒരാളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം അഞ്ജലി നായർ. എന്താണ് കുക്ക് ചെയ്യാൻ പോകുന്നത്? ഇന്ന് ഞാൻ പൈനാപ്പിൾ പച്ചടിയാണ് കുക്ക് ചെയ്യാൻ. പൈനാപ്പിൾ പച്ചടി. ഇതേ ഓണത്തിന് നമുക്ക് ഇലയിൽ ഒരുപാട് കറിയുണ്ട്. പച്ചടി, കിച്ചടി, അവിയൽ, തോരൻ, സാമ്പാർ എന്നൊക്കെ പറഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ മധുരമൊക്കെ ഉള്ളൊരു കറി പലർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കൊക്കെ ഏറ്റവും ഇഷ്ടം. ആദ്യം തന്നെ ഒരു സദ്യയിൽ വിളമ്പി കഴിഞ്ഞാൽ ഈ പച്ചടിയും കിച്ചടിയും കൂടെ തൊട്ട് നക്കിയാൽ കഴിയും. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്പെഷ്യൽ ഡിഷാണ് ഈ പൈനാപ്പിൾ പച്ചടി. അപ്പോൾ ഈ റെസിപ്പി ആരുടെയാണ്? റെസിപ്പി അമ്മ ഉണ്ടാക്കിയ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പഠിച്ച് മനസ്സിലാക്കിയത്. പിന്നെ എല്ലായിടത്തും പോകുമ്പോഴും ഞാൻ ടേസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. വേണം ആ ഒരു ഇൻഗ്രീഡിയൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ പച്ചടിയുടെ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. ഓക്കെ. അപ്പം എങ്കിൽ നമുക്ക് തുടങ്ങാം. അതിപ്പോൾ ആദ്യം പൈനാപ്പിൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ജീരകമുണ്ട്, കടുകുണ്ട്, ഉലുവയുണ്ട്, മുളക് പൊടി, പച്ചമുളക്, വത്തൽമുളക്, കറിവേപ്പില, തേങ്ങ. സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പൊ ആദ്യം അരയ്ക്കാനുള്ളത് ചെയ്യാം അല്ലേ? അതെ, അരയ്ക്കാനുള്ളത് നമുക്ക് തേങ്ങയ്ക്കകത്ത് ഇട്ടോളൂ, സാധനം ഇട്ടോളൂ, ഞാൻ അരപ്പിച്ചുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് അരപ്പിനുള്ളത് കൊടുക്കാം. തേങ്ങയും കുറച്ച് കടുക് ഇതിലിടുകയാണ്.
ഓക്കെ. പച്ചമുളക് ഇടാം, കുറച്ച് ജീരകവും കൂടെ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു അരപ്പ് അരച്ചെടുക്കാം. അങ്ങനെ തേങ്ങ അരയ്ക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പൈനാപ്പിൾ വേവിക്കാൻ പോവാണ്. പൈനാപ്പിൾ വെള്ളത്തിലിട്ട് വേവിക്കും അല്ലേ? ശരി. ഓക്കെ, അപ്പൊ നമ്മളിത് സ്റ്റൗ ഓണായി. ചൂടായി. ഞാൻ ആദ്യം പൈനാപ്പിൾ ഇടാം. 1 കപ്പ് പൈനാപ്പിൾ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പഴുത്ത പൈനാപ്പിൾ ആണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാം. പാചകമൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ചെയ്യേണ്ട അവസരം കിട്ടാറില്ല എന്നേ ഉള്ളൂ. വീട്ടിൽ അമ്മയുള്ളത് കൊണ്ട് കുട്ടികളുടെ കാര്യമൊക്കെ വളരെ സേഫ് ആയിട്ടാണ് പോകുന്നത്. കുറച്ച് മുളക് പൊടി. സദ്യയിലെ ഏറ്റവും ഫേവറേറ്റ് അപ്പൊ പച്ചടിയാണ്. എല്ലാം ഇഷ്ടമാണ്. നല്ല എല്ലാം ക്ലീൻ ആക്കി പോകുന്ന ആളാണ് ഞാൻ. ഇപ്പൊ ഓണത്തെ കുറിച്ചൊക്കെ എപ്പോഴും നമ്മൾ വാദോരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നിങ്ങൾ എല്ലാ വർഷവും പറയുന്നത്. എന്നാലും ബെസ്റ്റ് ഓണം മെമ്മറി ഏതാണ്? അങ്ങനെ മെമ്മറീസ് പറയുമ്പോൾ ഒരേ ട്രാക്കിൽ പോകുന്നതായിരുന്നു. ചൈൽഡ്ഹുഡിൽ ഒരു പ്രാവശ്യം അച്ഛൻ്റെ വീട്ടിൽ, ഇനി ഒരു വർഷം അമ്മയുടെ വീട്ടിൽ, അങ്ങനെ പോകും. പിന്നെ പ്രൊഫഷണൽ ആയപ്പം സിനിമ ലൊക്കേഷനുകളിൽ ഓണാഘോഷിക്കാനുള്ള അവസരം കിട്ടി. ലാലേട്ടൻ്റെ കൂടെയൊക്കെ സെറ്റിൽ ഓണാഘോഷിക്കാനുള്ള അവസരം കിട്ടി. പിന്നെ അതേപോലെ ഇപ്പോൾ കല്യാണം കഴിച്ചപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു പ്രാവശ്യം ഓണം. ഇപ്പം ഈ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ രണ്ടാമത്തെ മോള് ഇപ്പോൾ 1 വയസ്സ്. അപ്പോൾ അവളുടെ കുറച്ച് അറിവൊക്കെ വെച്ച് അത്യാവശ്യം എല്ലാ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ കൊടുത്താൽ കൊളാക്കി അവിടെ എവിടെയൊക്കെ ഇടാനുള്ള ആദ്യത്തെ ഒരു ഓണം. അപ്പൊ അതിന് അങ്ങനത്തെ ഒരു ഓണമായിരിക്കും ചിലപ്പം എനിക്ക് തോന്നുന്നു മെമ്മറി ആയിട്ടില്ല. പിന്നെ മൂത്ത മോളും അവളുടെ ഓണം ഇതേപോലെ തന്നെയായിരുന്നു. സദ്യയൊക്കെ വെച്ചു കൊടുത്ത് രണ്ടുപേരുടെ ഓണമാകുമ്പോൾ അത് സന്തോഷം. ഹസ്ബൻഡിന്റെ വീട്ടിലായിരിക്കും. എവിടെയാണ് അദ്ദേഹത്തിന്റെ സ്ഥലം? തിരുവല്ലോമലയാണ്. ഒറ്റപ്പാലം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന്റെ പാലക്കാടൻ ഓണം. അതെ, പാലക്കാടൻ ഓണമാണ്. നമ്മുടെ അരപ്പ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് നാളികേരം ചെറുതായിട്ട് തിരിങ്ങിയെടുത്തതിനകത്ത് ലേശം കടുകും ജീരകവും 1 പച്ചമുളകും കൂടെ വെള്ളം ചേർത്ത് നല്ല മഷി പരുവത്തിൽ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതല്ലേ വേണ്ടത്? ഇപ്പോഴത്തെ ഓണം പ്രൊജക്ടുകൾ അല്ലെ, ഓണത്തിന്റെ സമയത്ത് എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നതോ? ഇപ്പോ ഏറ്റവും വലിയൊരു സന്തോഷം, സെപ്റ്റംബർ 28 എന്റെ വലിയൊരു തമിഴ് പടം റിലീസിന് ഒരുങ്ങുകയാണ്. പക്ഷെ ഓണത്തിനോടൊപ്പം തന്നെയുള്ള ഒരു ഓണത്തിൽ തന്നെ അതിന്റെ പ്രൊമോഷൻസ് ഒക്കെ നടക്കാൻ പോകുന്നത്. അതും എല്ലാ ലാംഗ്വേജസിലും ഉണ്ട്. സോ അതിന്റെ ഒരു സന്തോഷത്തിലാണ്. നമ്മുടെ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ നടന്റെ പ്രൊഡക്ഷനിൽ ആദ്യത്തെ പ്രൊഡക്ഷനാണ്. അദ്ദേഹം തന്നെ നായകനാവുന്ന സിനിമയാണ്. വിജയ് സേതുപതിയൊക്കെ അഭിനയിച്ച സേതുപതി എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടർ അരുണ്ട് 4ാമത്തെ പടമാണ്. സോ അതിലൊരു ത്രൂ ഔട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പറയുന്നതിനിടയ്ക്ക് പൈനാപ്പിൾ ഇങ്ങനെ വേവുന്നില്ല, മണം ഇങ്ങനെ വന്നു തുടങ്ങി. ഇപ്പൊ തമിഴില് 6 ചിത്രങ്ങളായി. അതെ, മലയാളത്തിൽ ഏകദേശം 135ഓളം സിനിമകളായി. അതാ പറയാ, അത്രയും ഒരു വാസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് ഇത് ഈ ഒരു മേഖലയിലേക്ക് എങ്ങനെയാണ് എത്തപ്പെട്ടത്? ഒരു ആക്ട്രസ് ആവണം എന്ന് കരുതി വരുന്ന ഒരാളാണോ, അവിചാരിതമായിട്ട് വന്നു, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കരിയർ എന്ന നിലയിൽ വന്നു? എങ്ങനെയാണ്? ഒരിക്കലും അല്ല. ഞാൻ പ്യോർലി വീട്ടിലിരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളായിരുന്നു. അങ്ങനെയുള്ള ആൾക്ക് തന്നെ വേണം 135 സിനിമ. കാരണം ഈ എല്ലാവരും പറയും ഈ സിനിമ അഭിനയമൊക്കെ ഭയങ്കര രസമാണ്, ഭയങ്കര പാഷനാണ്. ഒരു 10 സിനിമയിലൊക്കെ അഭിനയിച്ച് കഴിയുമ്പോഴാണ് അവർക്കത് മനസ്സിലാവും. ഒരു ലൊക്കേഷനിലൊക്കെ പോയി വെയിറ്റ് ചെയ്ത് ഓരോ സീൻ ബൈ സീനായിട്ട് എടുക്കുന്ന എഫർട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബട്ട് അതെന്തോ ഈ പറഞ്ഞ പോലെ സുഹൃത്തുക്കൾ വഴി ചെറിയ ചെറിയ പടവുകൾ ഇങ്ങനെ ആങ്കറിങ്, മോഡലിംഗ് അങ്ങനെ വന്നു. പിന്നെ തമിഴ് സിനിമയിൽ നിന്ന് പെട്ടെന്ന് കോൾ വന്നപ്പോൾ അതിലെ ക്യാരക്ടർ ഭയങ്കര ഹോംലി ക്യാരക്ടറാണ്. വൈദേഹി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഹാഫ് സാരിയാണ് കോസ്റ്റ്യൂം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പിൽക്കാലത്ത് എപ്പോഴും കാണാൻ ഒരു അവസരം കിട്ടുന്ന ഒരു കാര്യമാണല്ലോ എന്ന് കരുതി ചെയ്തു തുടങ്ങിയതാ. പക്ഷെ പിന്നീട് സിനിമകൾ വന്നു. പിന്നെ മോളായതിനു ശേഷം കൂടുതൽ സിനിമകൾ മലയാളത്തിൽ വന്നു. പിന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ ഒരുപാട് സിനിമകൾ കൈനിറയെ വർഷങ്ങളോളം വരുന്നു. ഒരു ദിവസം ഫ്രൈഡേ റിലീസൊക്കെ 4 പടങ്ങളൊക്കെ എന്റെ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ അപ്പൊ അഭിനയിക്കാൻ അറിഞ്ഞിട്ടല്ല വന്നത്. പക്ഷെ വന്ന സമയത്ത് ഞാൻ എല്ലാവരോടും ചോദിക്കാറുണ്ട് ഞാൻ ചെയ്യുന്നത് അഭിനയം തന്നെയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് ഞാൻ വരാൻ ഉദ്ദേശിക്കാത്തൊരു ഫീൽഡ് ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും തൃപ്തിയാവുന്നുണ്ടോ എന്നുള്ള സംശയത്തിലാണ്. 130 പടമൊക്കെ ചെയ്തിട്ടാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. അതെ, എന്തായാലും കൊള്ളാം. ഏറ്റവും അപ്പൊ ഈ ഒരു അഭിനയ ജീവിതം, അപ്പോൾ ഭയങ്കര നല്ല ഒരു കരിയർ, അതിനുശേഷം ഇതേപോലെ മറ്റൊരു ഭാഷയിൽ ശ്രദ്ധിക്കപ്പെടുക, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് നല്ല മികച്ച സിനിമയുടെ ഭാഗമാകുക എന്നൊക്കെ പറയുന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ ആസ് ഒരു ആക്ട്രസ് എന്ന നിലയിൽ ഒരുപാട് ബ്ലസ്ഡ് ആയിട്ടുള്ള മൂവ്മെന്റ് ഉണ്ട്. ഏറ്റവും അധികം മനസ്സിൽ ഒരു സിനിമ എന്ന നിലയിൽ ലൊക്കേഷനിലും, അല്ലെങ്കിൽ ഒരുപാട് സന്തോഷം തന്ന ഒരു ലൊക്കേഷൻ, അല്ലെങ്കിൽ ഒരു ചിത്രം, ഒരു പൂർണ്ണമായിട്ട് അതിനത് റെസ്പെക്ട് എന്നായിരിക്കാം, അല്ലെങ്കിൽ അഭിനയ മുഹൂർത്തം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു കോ ആക്ടേഴ്സോ അല്ലെങ്കിൽ ആ ഒരു ക്രൂവിന്റെ പരിചയം, അങ്ങനെ പല സംഭവങ്ങളുണ്ടാവും. ഏറ്റവും അധികം ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൃശ്യം 2 എന്ന ഒരൊറ്റ സിനിമ മതി. ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള സിനിമയാണ്. ദൃശ്യം 2 സിനിമ കണ്ടിട്ടാണ് ഈ ഒരു തമിഴിലെ ഓഫർ വന്നത് സിദ്ധാർത്ഥ് സാറിന്റെ.
ആൻഡ് ഓഫ് കോഴ്സ് ലാലേട്ടൻ പോലും എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ദൃശ്യം 2 സിനിമ കണ്ടിട്ട്. അപ്പൊ ഞാനെങ്കിൽ സർപ്രൈസ് പറയാം, ജിത്തു സാറിന്റെ പുതിയ പടത്തിൽ അഭിനയിച്ചിട്ട് വന്നതാണ് ഞാൻ. അത് ശരി, അടിപൊളി. ദൃശ്യം 2-നെ കുറിച്ച് ഇത്രയും നല്ലൊരു മെമ്മറി എന്ന് പറയുമ്പോൾ ഞാനപ്പോ ശാന്തി അവരൊക്കെ ഉണ്ടായിരുന്നു. ശാന്തി അവരുടെ റൈറ്റർ അവരാണല്ലോ. അപ്പൊ അടിപൊളി, അത് കൊള്ളാം. അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ മൂത്ത മകൾ കാത്തിയുടെ ഒരു ഷോർട്ട് മൂവി ഞാനിപ്പോ ചെയ്തിരിക്കുകയാണ്. അതും ഇപ്പൊ റിലീസിന് ഒരുങ്ങുകയാണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുകയാണ്. പിന്നെ മലയാളത്തിൽ തന്നെ സുരാജേട്ടന്റെയും റോഷൻ അഭിനയിച്ച ലിക്കർ ഐലൻഡ് എന്നുള്ള സിനിമ, പിന്നെ വിനയ് ഫോർട്ടിന്റെ വാതിൽ എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസാണ്. ഇതൊക്കെയാണ് ഇപ്പൊ എന്റെ പുതിയ സിനിമ. അങ്ങനെ പൈനാപ്പിൾ റെഡിയായി. നമ്മളിനി അരപ്പ് ചേർക്കാൻ പോവാണ്. അരപ്പ് ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യുന്നു, തൈര് ചേർക്കുന്നു. ചേർക്കുകയാണേ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്? സദ്യയാണ് എനിക്കിഷ്ടം. സത്യം? സത്യമായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടം സദ്യ. അല്ല, ഞാൻ ഹസ്ബൻഡിനോട് പറയും നമുക്ക് ഇവിടെ കഴിക്കാൻ ഇറങ്ങിയാലോ, സദ്യ കിട്ടുമോ, പിന്നെ പായസം. അപ്പൊ ഞാൻ വെറുതെ ഒക്കെ പോയി സേമിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വെറുതെ അമ്മ ഞാൻ ചുമ്മാ സേമിയും പാലൊക്കെ വാങ്ങിച്ചോണ്ടെന്ന് അറിയാത്ത പോലെ അവിടെ കൊണ്ടുപോയി വെക്കും. സേമിയ ഉപ്മാവിന് വേണ്ടി വാങ്ങിയതെന്നൊക്കെ പറയുമ്പോഴും പെട്ടെന്ന് സേമിയ പാല് വാങ്ങിച്ചു വെക്കും. ഉപ്മാവ് വേണമെങ്കിൽ ഒരു ഉപ്മാവ് ഉണ്ടാക്കി രാവിലെ കഴിക്കാൻ പാലും അണ്ടിപ്പരിപ്പൂടെ വെച്ച് കൊടുക്കും. റോട്ടിലൊക്കെ സ്റ്റോളൊക്കെ കാണുമല്ലോ പായസത്തിന്റെ. അപ്പൊ ഹസ്ബൻഡ് അടുത്ത് ഇങ്ങനെ മെല്ലെ ഓടിക്കാൻ പറയും. എന്നിട്ട് പറയാം പായസത്തിന്റെ സ്റ്റോൾ. അപ്പൊ തന്നെ പുള്ളി വിട്ടുപോയാലും യൂട്ടേൺ ഒക്കെ എടുത്ത് വന്ന് പായസമൊക്കെ കൊണ്ടുതരും. താളിക്കാനുള്ള പരിപാടിയും കൂടെ. വെളിച്ചെണ്ണ ഒഴിക്കുക, അത് റെഡിയാണ്. താളിക്കാനായിട്ട് ഒരു പാനിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. കടുകിട്ടു. എളുപ്പത്തിൽ കൈ കൊണ്ട് തന്നെ പൊട്ടിച്ചങ്ങ്. കുറച്ച് ഉലുവ, കറിവേപ്പില. അങ്ങനെ തീ അണച്ചു. തൈര് ആഡ് ചെയ്യാണ്. തൈര് ചേർത്തതിന് ശേഷം നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇളക്കി താളിപ്പ് ചേർക്കുക. ഇതിൽ തന്നെ ഒരു തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ചട്ടി ആയതുകൊണ്ട്. താളിപ്പൊഴിക്കാണ്. വളരെ സിമ്പിളായിട്ട്, നേരത്തെ പറഞ്ഞല്ലോ 10 മിനിറ്റ്സ് പോലും ഇതിന് വേണ്ട. അതിൻ്റെ ഒരു മിസംബിൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തയ്യാറെടുപ്പ് നടത്തിയാൽ തേങ്ങ തിരിങ്ങി മാറ്റി വയ്ക്കുക. അതിലേക്ക് കുറച്ച് ജീരകവും കടുകും പച്ചമുളകൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് മാറ്റി വയ്ക്കുന്നു. പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് തിളപ്പിച്ച് അതൊന്ന് വെറ്റി വരുന്ന സമയത്ത് അരപ്പ് ചേർത്തൊന്ന് കുറുക്കി തൈര് ചേർത്ത് തീ അണച്ച് വയ്ക്കുന്നു. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. കടുക്, ഉലുവ, വത്തൽമുളക്, കറിവേപ്പില ഇട്ട് താളിച്ച് കറിയിലേക്ക് ഒഴിച്ചാൽ പൈനാപ്പിൾ പച്ചടി റെഡി. അങ്ങനെ പൈനാപ്പിൾ പച്ചടി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ടേസ്റ്റ് ചെയ്യാൻ പോകുന്ന സത്യമാണ് കേട്ടോ. ആ മധുരം, പൈനാപ്പിളിൻ്റെ പുളി, ആ തൈരിൻ്റെ പുളിയും പൈനാപ്പിളിൻ്റെ മധുരവും ബാക്കി ആ മുളക് പൊടിയും ആ താളിപ്പെല്ലാം കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസാധ്യമായൊരു സ്വാദുണ്ട്. അമേസിങ്. താങ്ക് യു അഞ്ജലി. അപ്പം പറഞ്ഞ പോലെ ഒരുപാട് നേരത്തെ നല്ല നല്ല ചിത്രങ്ങൾ മലയാളത്തിലും തമിഴിലും മറ്റു ഭാഷയിലൊക്കെ വരട്ടെ. ഒരു ഗംഭീരമായ ഓണാശംസകൾ നേരുന്നു ഫാമിലിക്ക് മുഴുവനും. അപ്പോൾ ഈ ഒരു ഓണക്കാലം അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു സമ്മാനമുണ്ട്. അതിന് തന്നെ അമിയോൻ്റെ ഒരു ടോസ്റ്ററാണ്. കഴിഞ്ഞിട്ടില്ല, അവിടെ വെക്കാം. 916 കോക്കോ ബ്രാൻഡിൻ്റെ ഒരു ഗിഫ്റ്റ്. അവസാനമായിട്ട് നമ്മുടെ സ്വന്തം മിൽമയുടെ ഒരു ഗിഫ്റ്റ്. ഹാപ്പി ഓണം. താങ്ക് യു. നമ്മുടെ പ്രേക്ഷകരോട് 2 വാക്ക് പറയും. പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇതേപോലെ നിൽക്കാൻ പറ്റുന്നത്. അപ്പൊ എൻ്റെ കുടുംബത്തിനും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനകൾ വേണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗംഭീരമായ ഒരു ഓണാശംസകൾ. അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.